ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന് ചാംപറമ്പിൽ തുടക്കമായി. ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴയിൽ NSS ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമം പദ്ധതി ആരംഭിക്കുമെന്ന് വളണ്ടിയേഴ്സ് അറിയിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്യും. തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പിനോട് അനുബന്ധിച്ചാണ് സ്നേഹാരാമം പദ്ധതി ആരംഭിക്കുന്നത്. മുറിയങ്കണ്ണി ജംഗ്ഷനിലും കടവിലും വരുന്ന ആളുകൾക്ക് കുറച്ചു സമയം വിശ്രമിക്കാനുള്ള ഒരു പൊതു ഇടം ഒരുക്കലാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭ ജോലികൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി. ചാമപ്പറമ്പ് AMLP സ്കൂളിലാണ് NSS വോളണ്ടിയർമാരുടെ സഹവാസ ക്യാമ്പ് നടക്കുന്നത്. തച്ചനാട്ടുകര പഞ്ചായത്ത് ഉപാധ്യക്ഷ ബീന മുരളി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TM അനുജൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. പ്രോഗ്രാം ഓഫീസർ K ഉണ്ണികൃഷ്ണൻ സ്നേഹാരാമം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രിൻസിപ്പൽ PT പ്രശാന്തകുമാർ, ഹെഡ് മാസ്റ്റർ P കൃഷ്ണനുണ്ണി, AC സുനിൽ, PTA പ്രസിഡന്റുമാരായ പ്രിയൻ, മനോജ്, കൺവീനർ റഷീദ് മുറിയങ്കണ്ണി, ഷെറീഫ് നറക്കോട്, MPTA പ്രസിഡന്റ് ഹൈറുനിസ, സബ് സെക്രട്ടറി M സംഗീത, വളണ്ടിയർ ലീഡർ ശ്വേതകൃഷ്ണ എന്നിവരും സംസാരിച്ചു. കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് അവരുടെ 7 ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഭാഗമായി ചാമപ്പറമ്പ് സ്കൂളിൽ കഴിഞ്ഞ 26-ാം തീയതി മുതൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളെന്ന് പറയുന്നത് ഡേർട്ടി പ്ലേസ് ടു ബ്യൂട്ടി പ്ലേസ് എന്നാക്കുന്ന ഉദ്ദേശിക്കുന്ന ഒരു സ്നേഹാരാമം പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുറിയങ്കണ്ണി കടവിലുള്ള കുറേ ആളുകൾ സ്ഥിരവും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ മനോഹരമാക്കുന്ന ആകർഷണീയമാക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 2-3 ദിവസങ്ങൾ കൊണ്ട് അത് ഫിനിഷ് ചെയ്യും. ഇത് കൂടാതെ തന്നെ നമ്മൾ ചാമപ്പറമ്പ് പ്രദേശത്തുള്ള ഗ്രാമത്തിലുള്ള വീടുകൾ സന്ദർശിക്കുകയും അവിടങ്ങളിലൊക്കെ മാലിന്യമുക്ത സമൂഹത്തിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്ന സന്ദേശങ്ങൾ എത്തിക്കുകയും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ കൂടെയൊക്കെ സഹകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊതുവെ കുട്ടികളെല്ലാവരും തന്നെ NSSുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് അനിയൻ മാഷ് ചെയ്യുന്ന ഒരു ഭാരതീയ ക്ലാസ്സുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം കഴിയുകയുണ്ടായി. അതുപോലെ തന്നെ സമദർശൻ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബുകളും അതുപോലെ തന്നെ മറ്റ് ബാനറുകളും മറ്റ് ഒപ്പ് ശേഖരണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ആലോചിച്ച് കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു വർഷത്തെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടെ ആകാശത്ത് മേഘങ്ങളുണ്ട്. ആ മേഘങ്ങൾ പെയ്താൽ റേഡിയേഷൻ വരാൻ സാധ്യതകളുണ്ട്. അതിന്റെ മുകളിൽ കൂടെ വിമാനങ്ങളിൽ പറന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ മേഘങ്ങളെ കനി വന്നിട്ട് ആട്ടിപ്പാക്കിയിട്ട് ഇവിടെ വയ്ക്കാൻ സമയമില്ല. എന്നിട്ട് കുറെ അകലെ കടലിൽ കൊണ്ടേക്ക് കടൽ തന്നെയാണ് അവരുടെ രാഷ്ട്രീയം അല്ലേ. പക്ഷെ നിർത്തിയില്ല, അവിടേക്ക് കാറ്റെടുത്തു. ഈ കാറ്റ് വീശോട്ട് അവർ പിന്നെ പോകണമെന്നില്ല. അത്ര കുഴപ്പമൊന്നുമില്ല. പുതുവർഷ ദിനത്തിൽ പുഴയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും നാട്ടുകാരും സംബന്ധിക്കും. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.